Hello friends, welcome back to our channel Logitishri. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ് ട്ടോ. അതായത് വീട്ടിൽ നിന്നും എങ്ങനെ കൊതുകിനെ തുരത്താം, അല്ലെങ്കിൽ ഈ ഒരു കൊതുക് കടി ഏറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചുവന്ന തണുപ്പ് അതുപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ചെറിയ ബെല്ലൈക്കണില്ലേ, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പം ഇപ്പോഴത്തെ കൊതുകിനൊക്കെ കുറച്ച് എന്താ പറയുക, ഈ കുത്തൽ ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് കൊതുക് കടിച്ചിട്ട് അതിൻ്റെ പാട്ടിന് പോകും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോഴത്തെ കൊതുക് വന്ന് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു സൂചി കൊണ്ട് കുത്തണ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു വൃത്തിയായിട്ട കൊതുകിൻ്റെ ആ ഒരു ആക്രമിക്കൽ രീതി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിരിക്കും. അതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഇതെന്ത് ഇപ്പോൾ ഈ കൊതുക് ഭയങ്കര ഒരു വേദനിപ്പിക്കുന്ന രീതിയിലാണ് കൊതുക് കുത്തുക, കറക്റ്റ് ഇപ്പോഴാണ് കൊതുക് കുത്തുക എന്ന് പറയാറ്. അല്ലെങ്കിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ അനുഭവമാണ് അറിയില്ല, എനിക്ക് മാത്രം തോന്നുന്നതാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോഴാണ് കൊതുകിൻ്റെ ശല്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇവിടെ പൊതുവേ കൊതുക് കുറവാണ് കേട്ടോ. ഇതിപ്പം മുകളിലാണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ ചൂടിൻ്റെയൊക്കെ ആണെന്ന് അറിയില്ല. നമ്മളെ വീട്ടിൽ അവിടെയൊക്കെ ആകുമ്പോൾ വീടിൻ്റെ ചുറ്റും നല്ല തണുപ്പൊക്കെയാണ്, വീടും അതുപോലെ തന്നെ ഫുള്ള് കാപ്പിത്തോട്ടാണ് ചുറ്റും. അതുകൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഒക്കെ മഴക്കാലത്തൊക്കെ മറിച്ച് കളയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാങ്ങയൊക്കെ വീണിട്ടോ അതിൻ്റെ ചീഞ്ഞിട്ടോ എന്തൊക്കെയാണെന്നറിയില്ല നല്ല കൊതുകാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഊന്നിട്ട് മൂളിയിട്ട് ഭയങ്കര ശല്യമാണ്. നമുക്ക് അകത്തിരിക്കാൻ പറ്റില്ല, പുറത്തിരിക്കാൻ പറ്റില്ല, ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. എപ്പോൾ നോക്കിയാലും വന്നിട്ട് പൊതുവെ എന്നെ കൊതുകുത്തൽ ഭയങ്കര കൂടുതലാണ്. ഈ കൊതുക് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു ചെള്ളൊക്കെ ഉണ്ടാകും. ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ അവരൊന്നും കടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആ ഒരു വീട്ടിൽ ആ പട്ടീൻ്റെ മേത്ത് ചെള്ളുണ്ടെങ്കിൽ അത് എൻ്റെ മേത്ത് കയറിയിരിക്കും. അങ്ങനത്തെ ഒരു മോശം അവസ്ഥയാണ് എൻ്റെത്. ഇപ്പം എവിടെ പോയി കഴിഞ്ഞാലും കൊതുക് അതുപോലെ തന്നെ ചെള്ള് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആക്രമിക്കും. എന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഓരോരുത്തരുടെ ബ്ലഡിൻ്റെ ആയിരിക്കും എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ പൊതുവെ എനിക്ക് കൊതുകടിയൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു കൊതുകിൻ്റെ ശല്യം കുറയ്ക്കാൻ പറ്റുക, ഈ കൊതുക് കടിച്ചാലുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുക നമുക്ക് നോക്കാം. വീട്ടിൽ ഈ ഒരു കുന്തിരിക്ക ഉണ്ടെങ്കിൽ അത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമുക്ക് കടയിലൊക്കെ വാങ്ങും കേട്ടോ കുന്തിരിക്കം. കുറേ പേർക്ക് അറിയാം, ഈ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം കുന്തിരിക്കം പുകയ്ക്കുന്നത് നല്ലതാണെന്ന്. അപ്പം ഇങ്ങനെ ഈ ഒരു വൈകുന്നേരം സന്ധ്യാസമയങ്ങളിലാണ് ഈ കൊതുക് കൂടുതലായിട്ട് വരിക. ഈ ഒരു സമയത്ത് നമ്മളിത് പുകയ്ക്കുന്നത് കൊതുകിനൊക്കെ ഓടിച്ചു വിടും തോന്നുന്നുണ്ട്, ഓടിച്ചു വിടും. പക്ഷെ എന്തുകൊണ്ടാ വെച്ചാൽ എനിക്കറിയില്ല, അപ്പം ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ടായിരിക്കും അത് കൊതുകിന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്തായാലും കൊതുകിൻ്റെ ശല്യം കുറയാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു കർപ്പൂരം അതുപോലെ തന്നെ പുതിനേൻ്റെ ഇലയില്ലേ, രണ്ടും കൂടെ പുകയ്ക്കുന്നത് ഈ ഒരു കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് ചീമക്കൊന്ന ഇല്ലേ, ചീമക്കൊന്ന എന്നൊക്കെ പറയുന്നേക്കാം നമ്മളവിടെ. ചീമക്കൊന്ന എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു ഇല വെട്ടിക്കൊണ്ടുവന്നിട്ട് വീട്ടിൻ്റെ ചുറ്റൂടെ, അല്ലെങ്കിൽ ഈ റൂമിലൊക്കെ പെട്ട വൃത്തിയിടാവില്ലേ. ഇപ്പം കുറേ സാധനങ്ങൾ കിട്ടും, നമ്മുടെ ഗുഡ് നൈറ്റും പിന്നെ കൊതുകിനെ കൊല്ലുന്ന ബാറ്റൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊന്നും അല്ലാണ്ട് വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറ്. അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ചീമക്കൊന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു ചീമക്കൊന്ന അതുപോലെ തന്നെ ചകിരി ഉണ്ടാവില്ലേ, നമ്മുടെ തേങ്ങയൊക്കെ പൊളിച്ച് കഴിയുന്ന സമയത്ത് കിട്ടുന്ന ചകിരി, രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പുകച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റും ഒന്ന് പുകയ്ക്കുക. ഇപ്പം എന്തെങ്കിലും മുറത്തിലാക്കിയിട്ട് നമുക്ക് പുകയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മളൊന്ന് പുകയ്ക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു വായുവിൽ ഇത് കലരുകയാണെങ്കിൽ ഇതും കൊതുകിനൊക്കെ കുറേയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. കൂടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഇപ്പം നിങ്ങളെ വീട്ടിൽ ആര്യവേപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ആര്യവേപ്പും കർപ്പൂരവും കൂടെ ആക്കിയിട്ട് അതും പുകയ്ക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ആര്യവേപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കുക. അപ്പം നന്നായിട്ടൊന്ന് ഉണങ്ങി കരിഞ്ഞ് വരും. ആ ഒരു ഇലയും കർപ്പൂരാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പുകഞ്ഞു കിട്ടും. അപ്പം അങ്ങനെ ചെയ്താലും കൊതുകിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കർപ്പൂരം മാത്രം വാങ്ങിച്ചിട്ട് പുകയ്ക്കുകയാണെങ്കിലും കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ ഗുഡ് നൈറ്റ് കത്തിച്ച് വെച്ചോളുക, അല്ലെങ്കിൽ കൊതുകിൻ്റെ ബാറ്റ് വാങ്ങാൻ മതി. വരുന്ന സമയത്ത് ഇങ്ങനെ വീശി കഴിഞ്ഞാൽ കൊതുകൊക്കെ ചത്തുപോയിക്കോളും. ഇപ്പം ഞാനവിടെ കൊതുകിൻ്റെ എന്താ പറയുക ഇങ്ങനെ പുകയ്ക്കാനൊക്കെ മടിയായിട്ട് അറിയണ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ, പക്ഷെ എനിക്കിതൊക്കെ ചെയ്യാൻ കുറച്ച് മടിയുള്ള കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കൊതുകിൻ്റെ ബാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ശരിക്കും ഗുഡ് നൈറ്റൊക്കെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ പറയുന്നേക്കാം. അതിൻ്റെ ആ ഒരു സ്മെല്ല്, അതിൽ നിന്നുണ്ടാകുന്ന ആ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ലിക്വിഡൊക്കെ, അത് നമുക്ക് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ കൊതുകിൻ്റെ ബാറ്റ് വെച്ചിട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് കൊതുകിനൊക്കെ മാക്സിമം കൊല്ലാനാണ് നോക്കാറ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കൊതുകൊക്കെ ശരിക്കും ഭയങ്കര ഭീകരനാണ്. ഓരോ അസുഖങ്ങൾ, പനിയും കാര്യങ്ങളൊക്കെ, ഡെങ്കിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ കൊതുക് കാരണമാണല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം കൊതുകടി ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക.
പിന്നെ ഈ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ വരുന്ന ചിലർക്കുണ്ടാവും, ഇപ്പം ചിലർക്ക് ഒരു അലർജി പോലെയായിട്ട് ഇങ്ങനെ വരാം. ഇപ്പം എൻ്റെ ഒരു കസിൻ്റെ കുട്ടിയുണ്ട്, ഈ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നന്നായിട്ട് പൊന്തി വന്നിട്ട് ഒരു പാട് പോലെ വരും. അപ്പം ഈ ഒരു കൊതുക് കടിച്ചുള്ള ചൊറിച്ചിൽ അതുപോലെ തന്നെ പാട് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പൊന്തി വരില്ലേ തണുപ്പ് പോലെ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോണത്. നിങ്ങളുടെ അടുത്ത് തേൻ ഉണ്ടെങ്കിൽ ഈ ഒരു തേന് കുറച്ചീശ് എടുത്തിട്ട് എവിടെയാണോ കൊതുക് കടിച്ചത് അവിടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഈ ഒരു പൊള്ളൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു തേന് യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ. അതുപോലെ തന്നെയാണ് ഈ കൊതുക് കടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് തേന് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതിലൊരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു കൊതുക് കടിച്ച ഭാഗത്തുള്ള ചൊറിച്ചിലും അതുപോലെ തന്നെ ആ ഒരു തടിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ആ ഒരു ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ചാലിക്കുക, അതെന്നിട്ട് ഇതുപോലെ കൊതുക് കടിച്ച സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. എല്ലാവരും ഒന്നും ഇതിന് മെനക്കിടില്ല എന്ന് എനിക്കറിയാം. അപ്പം ആരെങ്കിലും ഇതൊക്കെ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ കൊതുക് കടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മാന്തിയിട്ട് അവിടെ വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കും കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നതിന് വേണ്ടി മാത്രം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കറ്റാർവാഴ. കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ജെല്ലെടുത്തിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ് ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ആ ഒരു കൊതുക് കടിച്ച സ്ഥലത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന സംഭവമാണ് ഇതില്ല, എന്താ അതിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ, ചന്ദനല്ലാണ്ട് ഭസ്മം ഉണ്ടാവുമല്ലോ, ഭസ്മം തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു പുഴുക്കടിയൊക്കെ വരികയാണെങ്കിലും ഒക്കെ നമ്മൾ ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ അച്ഛമ്മ പറഞ്ഞിരുന്നതാണ്, ഇപ്പോൾ എന്തെങ്കിലും പുഴുക്കടിയോ അല്ലെങ്കിൽ ഇങ്ങനെ കൊതുക് കടിച്ചൊക്കെ മാന്തിയിരിക്കുന്ന കണ്ടാൽ പറയും കുറച്ച് ഭസ്മം എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചൊറിച്ചിൽ കുറേയൊക്കെ മാറി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവമാണ് ഉപ്പ്. ഉപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. നമുക്കിപ്പോൾ എന്തൊരു ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പിൽ മുക്കി വെക്കുകയാണെങ്കിലൊക്കെ നല്ല ഗുണമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൊതുകിന്റെ കടിച്ച പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് ഉപ്പ് ചാലിച്ച് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ കൊതുക് കടിച്ച ആ ഒരു പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ, അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് വീട്ടിൽ നിന്നും ഈ ഒരു കൊതുകിനെ തുരത്താൻ പറ്റുക. അതുപോലെ തന്നെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസ്വസ്ഥത ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. മിക്കവാറും ഈ ഒരു വീഡിയോ കാണാൻ ഭൂരിഭാഗം ആൾക്കാർ ഇതൊന്നും ചെയ്ത് നോക്കിയാൽ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആർക്കെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ, കൊതുക് കടി മാരകമായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.